മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നിത്യഹരിതമായ ജോഡികളാണ് പ്രേംനസീറും ഷീലയും. പ്രേംനസീറും ഷീലയും അഭിനയിച്ച 95% ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാണ്. പ്രേംനസീറും ഷീലയും മലയാളികളുടെ ഹൃദയത്തെ കീഴടക്കിയ ജോഡികളായിരുന്നു. സിനിമയ്ക്കപ്പുറം ഇരുവരും തമ്മിൽ പ്രണയമുണ്ടായിരുന്നുവെന്ന് അന്നത്തെ പത്രപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. ചിലർ പറയുന്നു പ്രേംനസീറും ഷീലയും തമ്മിൽ അഗാധമായ പ്രണയമാണെന്ന്. മറ്റു ചിലർ പറയുന്നു അതൊരു വൺ വേ ട്രാഫിക് മാത്രമായിരുന്നുവെന്ന്. ഷീലയ്ക്ക് പ്രേംനസീറിനോട് പ്രണയമായിരുന്നു. പ്രേംനസീറിനെ വിവാഹം കഴിക്കണമെന്ന് ഷീല ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രേംനസീർ ഷീലയുടെ ആഗ്രഹത്തെ മാനിച്ചില്ല. എന്തായാലും പ്രേംനസീറും ഷീലയും പിന്നീട് പിണങ്ങിപ്പിരിഞ്ഞു. ഷീല തമിഴ്നാടൻ രവിചന്ദ്രനെ വിവാഹം കഴിച്ചു. ഷീല പ്രേംനസീറുമായി പിണങ്ങിപ്പിരിഞ്ഞ ശേഷം സുകുമാരൻ, ജയൻ, സോമൻ തുടങ്ങിയവരുടെ നായികയായി മാറി. ഷീലയ്ക്കും ഒന്നും നഷ്ടമായില്ല, പ്രേംനസീറിനും ഒന്നും നഷ്ടമായില്ല. ഇരുവരും ഇരു ധ്രുവങ്ങളിൽ സഞ്ചരിച്ചു. ഷീലയും പ്രേംനസീറും തമ്മിലുള്ള പിണക്കമാണ് ജയഭാരതി, വിജയശ്രീ തുടങ്ങിയ നടിമാരുടെ ഉദയത്തിന് തുടക്കം കുറിച്ചത്. പ്രത്യേകിച്ചും വിജയശ്രീയുടെ. ഷീലയ്ക്ക് ബദലായി ഒരു നായികമാരെ വളർത്തിക്കൊണ്ടുവരാൻ പ്രേംനസീർ ശ്രമിച്ചു. അങ്ങനെ ജയഭാരതിയും വിജയശ്രീയും പ്രേംനസീറിന്റെ നായികമാരായി തിളങ്ങി. പ്രേംനസീറും ഷീലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. പ്രേംനസീറുമായുള്ള ബന്ധം വേർപിരിഞ്ഞപ്പോൾ ഷീല ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും പ്രേംനസീറിന്റെ ഉറ്റ സുഹൃത്തായ നടൻ ചിറയൻകീഴ് GK പിള്ളയും മഹാനടൻ സത്യനും ചേർന്നാണ് ഷീലയെ രക്ഷപ്പെടുത്തിയതെന്നും പല തരത്തിലുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. ശരിയാകാം, തെറ്റാകാം. പഴയകാല ചലച്ചിത്ര സംവിധായകർ ഓർത്തെടുക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് ഷീലയും പ്രേംനസീറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സന്ദർഭമാണ്. പ്രേംനസീറിന്റെ മദ്രാസിലെ വീട്ടിൽ ഷീല ഒരു സുപ്രഭാതത്തിൽ കയറി ചെന്നു. തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ഷീലയുടെ ആവശ്യം. കുടുംബസ്ഥനായ പ്രേംനസീർ തന്റെ ഭാര്യ അത് കേൾക്കുമോ എന്ന് ഭയന്നു. പക്ഷേ ഷീലയ്ക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു. പ്രേംനസീർ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന രീതിയിൽ ഒരു സത്യാഗ്രഹ നാടകത്തിന് വരെ ഷീല ഒരുങ്ങി. അപ്പോൾ പ്രേംനസീർ ഷീലയുടെ കരണത്തടിച്ചു എന്നാണ് അക്കാലത്തെ സിനിമാ സംവിധായകർ ഓർത്തെടുക്കുന്നത്. പ്രേംനസീറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സംവിധായകർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അന്നത്തെ കാലത്ത് പ്രേംനസീറിന്റെ സ്നേഹം അനുഭവിച്ച സംവിധായകർ. അങ്ങനെ ആദ്യമായി പ്രേംനസീർ ഷീലയുടെ കരണത്തടിച്ചു. അതോടെയാണ് ഷീല പ്രേംനസീറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. പ്രേംനസീറുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ഷീല പിന്നീട് പ്രേംനസീറുമായി ഒരുമിച്ച് അഭിനയിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. പക്ഷേ വീണ്ടും ഷീലയ്ക്ക് ഒരുമിച്ച് അഭിനയിക്കേണ്ടി വന്നു. തകിലുകൊട്ടാമ്പ്രമാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച പിന്നീട് വന്ന ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്ന്. തകിലുകൊട്ടാമ്പ്രം സൂപ്പർ ഹിറ്റായിരുന്നു. പ്രേംനസീർ ഷീല ജോഡികൾ കുടുംബ പ്രേക്ഷകരുടെ ഹരമായി മാറി തകിലുകൊട്ടാമ്പ്രത്തിലൂടെ. എന്തായാലും ഷീലയുടെ കരണത്തടിച്ച പ്രേംനസീറിന്റെ മാനസികാവസ്ഥ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എന്തുമാത്രം മഹാനാണെന്ന് മനസ്സിലാകും. തന്റെ കുടുംബത്തെ വിട്ട് മറ്റൊരു സ്ത്രീയുമായി, അത് എത്ര സെലിബ്രിറ്റിയായാലും എത്ര സുന്ദരിയായാലും, ആ സ്ത്രീയുമായി ബന്ധപ്പെടാനോ ആ സ്ത്രീയെ വിവാഹം കഴിക്കാനോ പ്രേംനസീർ തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുടുംബമായിരുന്നു എല്ലാം. കുടുംബം വിട്ടുള്ള ഒരു കളിക്ക് പ്രേംനസീർ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കരണത്തടിച്ച് ഷീലയെ പുറത്താക്കിയത്. അതിനുശേഷമാണ് ഷീല ആത്മഹത്യക്ക് ശ്രമിച്ചത്. ചിറയൻകീഴ് GK പിള്ളയും നടൻ സത്യനും ചേർന്ന് ഷീലയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചു. എന്തായാലും ഷീലയും പ്രേംനസീറും തമ്മിലുള്ള ഇണക്കവും പിണക്കവും അകൽച്ചയും ഒത്തുചേരലും ഒക്കെ ചേർന്ന് നാടകീയമായിരുന്നു ഒരു കാലത്തെ സിനിമാ രംഗം.